എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് അല്ലേ? എന്നാൽ എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ദൈവമൊക്കെ പോയിട്ട് ഫുള്ള് ചെകുത്താൻ്റെ കളികളാണ്, പരിപാടികളാണ് ഇവിടെ നടക്കുന്നതെന്ന്. കാരണം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രൈമിൻ്റെ പാറ്റേൺ പൂർവ്വകാലവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു കൊലപാതകങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ അതൊന്നെങ്കിൽ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകാർ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് കൊട്ടേഷൻ കൊടുത്തു കൊന്നു, മറ്റ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊലപാതകങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങളുടെ എണ്ണത്തിലൊക്കെ ഗണ്യമായിട്ടുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായിട്ട് ആൾക്കാരെ കൊല്ലുക. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചൊരു കേസ് എന്തായിരുന്നു? അഡ്വക്കേറ്റ് നവജിത്ത് നടരാജിൻ്റെ കേസല്ലേ? സ്വന്തം അമ്മയെയും അച്ഛനെയും ക്രൂരമായിട്ട് ബ്രൂട്ടലി വെട്ടുകയാണ്. അച്ഛൻ്റെ മുഖമൊന്നും ഇല്ലായിരുന്നു, അച്ഛൻ മരിച്ചു, അമ്മ ക്രിട്ടിക്കലായിട്ട് ICUവിലായിരുന്നു. അച്ഛനെ 45-47 തവണയാണ് ശരീരമാസകലം പ്രത്യേകിച്ച് മുഖത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും അതോടൊപ്പം അക്രമങ്ങളും പ്രത്യേകിച്ച് ഗുണ്ടാക്രമങ്ങളൊക്കെ വലിയ രീതിയിൽ വളർന്നിരിക്കുകയാണ്. ഇതിൽ നല്ലൊരു ശതമാനം കേസിലും പ്രത്യേകിച്ച് കൊലപാതകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരൊറ്റ സാധനത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, ഡ്രഗ് അല്ലേ? പ്രത്യേകിച്ച് MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഇന്ന് കേരളത്തിൽ സുലഭമായിട്ട് ലഭ്യമായതോടു കൂടിയിട്ട് ഒരു ബോധവുമില്ലാതെ സ്വന്തം അമ്മയും അച്ഛനെയും വരെ കൊല്ലുന്ന രീതിയിൽ. ഏതാനും കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു മറ്റൊരു അമ്മയെ കൊല്ലുന്ന കൊലപാതകം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ക്യാൻസർ കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന അമ്മയാണ് മകൻ ഇതുപോലെ MDMA അടിച്ചു വന്ന് ആ ഒരു പാവം സ്ത്രീയെ കൊല്ലുകയാണ്. എന്നിട്ട് മകൻ പറഞ്ഞ എന്താണെന്നറിയാവോ? എന്നെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷ ഞാൻ കൊടുത്തതാണ്. എങ്ങനെ ഇരിക്കുന്നു അല്ലേ? പണ്ടൊക്കെ, അതായത് ഒരു 10-15 കൊല്ലവും അതിന് പിന്നിലോട്ടുള്ള കേസുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതിലുൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽസിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 35 വയസ്സ്, 40 വയസ്സ്, അങ്ങനെ കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഇന്നത് മാറിയിട്ട് വളരെ യൗവനത്തിലുള്ള പിള്ളേരാണ് ഇതിൻ്റെ അകത്ത് പെടുന്നത് അല്ലേ? ഈവൻ ജുവനൈൽസ് കൊലപാതകം നടത്തിയ ഒരു സംഭവം ഈ വർഷം തന്നെ 2 ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ന്യൂ ഇയറിൻ്റെ അന്നായിരുന്നു. തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് 2 പിള്ളേർ അവർ കഞ്ചാവും അടിക്കുകയാണ്, ഒരു പെൺകുട്ടിയും അവരോടൊപ്പം ഉണ്ട്. അപ്പോൾ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുകയാണ്, കഞ്ചാവ് വലിക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്ത മറ്റൊരു യുവാവിനെ കത്തിയും കൊണ്ട് കിടക്കുകയാണ് അവർ. എത്രത്തോളം ക്രിമിനൽസാണ് കുത്തിക്കൊല്ലുകയാണ്. അതോടൊപ്പം സ്കൂൾ പിള്ളേർ ഏറ്റുമുട്ടിയതിൽ ഒരു പയ്യനെ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഈ വർഷം തന്നെ ജുവനൈൽസ് ഉൾപ്പെട്ട 2 കേസുകൾ. പിന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പ്രായം എന്ന് പറയുന്നത് 19, 20, 21 വയസ്സൊക്കെ തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആലുവയ്ക്കടുത്തുള്ള മലയാറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ മലയാറ്റൂർ പള്ളിയൊക്കെ വളരെ ഫേമസ് ആണ്. അവിടെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം ലഭിക്കുകയാണ്. 19 വയസ്സുള്ള ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ, ഏവിയേഷൻ വിദ്യാർത്ഥിയാണ്, ബാംഗ്ലൂരിൽ ഏവിയേഷൻ കോഴ്സ് ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മൃതദേഹം അഴുകി ജീർണിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയാണ്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞത് ക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ കഥയായിരുന്നു. അതിലുൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കൊലപാതകിയുടെ പ്രായം 21 വയസ്സ്. കൊല്ലപ്പെട്ടത് 19 വയസ്സുള്ള പെൺകുട്ടി, കൊന്നത് 21കാരൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാണ് ആ ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളിൽ പലരും ഈ 19, 18, 20 വയസ്സുള്ള ആ ഒരു കുട്ടികളാണ്. എങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് വലിയൊരു വിഷയമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കേസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജു ഷിനി ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. 19 വയസ്സുള്ള ചിത്രപ്രിയയും സഹോദരനായിട്ടുള്ള അഭിജിത്തും. ഈ അച്ഛനായിട്ടുള്ള ഷൈജു എന്ന് പറയുന്നത് ഫോറസ്റ്റിൽ ടെമ്പററി ആയിട്ടുള്ള താൽക്കാലിക നിയമനമാണ്, ഒരു ഫോറസ്റ്റ് വാച്ചറാണ്. അപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബത്തെ പോറ്റിക്കൊണ്ട് പോരുന്നത്. എന്തായാലും ഈ ചിത്രപ്രിയ എന്നുള്ളത് ബാംഗ്ലൂരിൽ ഏവിയേഷൻ ഒരു ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നത്. +2 കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരിൽ ആ ഒരു പെൺകുട്ടിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഏവിയേഷൻ കോഴ്സ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ എന്തായാലും ബാംഗ്ലൂരിൽ നല്ലൊരു കോളേജ് കണ്ടെത്തിയിട്ട് അവിടെ പഠിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ അവിടെ താമസിച്ച് പഠിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ ഒരു ഹോസ്റ്റലിലോ PGയിലോ അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ വലിയ ഉത്സവം നടക്കുന്ന സമയമാണിപ്പോൾ. മണ്ഡലകാലമായതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചിറപ്പ് മഹോത്സവമൊക്കെ നടക്കാറുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ അയ്യപ്പ സേവാ സംഘം സംഘടിപ്പിക്കുന്ന ദേശവിളക്കും വലിയ പ്രോഗ്രാമാണ്. അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. എന്തായാലും അതിന് പങ്കെടുക്കാനായിട്ട് ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്നും ലീവിന് വീട്ടിലോട്ടെത്തുകയാണ്. വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ച് വീട്ടുകാരെയൊക്കെ കണ്ട് ഈ ഒരു ഉത്സവത്തിനും പങ്കെടുത്ത് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പെൺകുട്ടി വീട്ടിലെത്തുകയാണ്, അമ്പലത്തിലെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 6-ാം തീയതി ഈ പെൺകുട്ടി അവിടുത്തെ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ മുതൽ ആ പെൺകുട്ടിയുടെ അമ്മയുമുണ്ട്, നാട്ടുകാരും ഒക്കെ പങ്കെടുക്കുന്ന ഒന്നാണല്ലേ. എന്തായാലും ഈ പെൺകുട്ടി പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു. വൈകിട്ടോടെ അല്ലെങ്കിൽ ഒരു സന്ധ്യ അടുപ്പിച്ച് പെൺകുട്ടി വീട്ടിൽ തിരികെ എത്തുകയാണ്. കൃത്യമായിട്ട് എത്തി, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ ഈ പെൺകുട്ടിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോൺ കോളിനെ തുടർന്ന് ഈ പെൺകുട്ടി അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫോൺ കോൾ വന്ന കാര്യം അമ്മ അറിയുന്നില്ല, നമ്മൾ പോലീസിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. എന്തായാലും ഫോൺ കോൾ വന്ന ശേഷം ഈ പെൺകുട്ടി അമ്മയോട് പറയുകയാണ്, അമ്മേ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കട വരെ പോകണം,
എന്തോ മേടിക്കാനായിരിക്കുമല്ലോ കട വരെ പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞ് ഈ പെൺകുട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, എന്തോ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോളിനെ തുടർന്ന് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പെൺകുട്ടി വീടിന് പുറത്തേക്ക് പോവുകയാണ്. ആ പോയ ശേഷം പിന്നീട് വീട്ടുകാരും ഈ പെൺകുട്ടിയെ ജീവനോടെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ചത് ഒരുപക്ഷെ അമ്പലത്തിൽ പോയതായിരിക്കാം, കടയിൽ പോകുക എന്നും പറഞ്ഞിട്ട് ആ അമ്പലത്തിൽ പരിപാടിയൊക്കെ നടക്കുകയല്ലേ, അവിടെ പോയിട്ട് താമസിക്കുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടിയെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അടുത്ത ദിവസം രാവിലെയോട് കൂടിയിട്ടും ഈ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുട്ടിയെ കാണാനില്ല എന്നൊരു പരാതിയുമായിട്ട് കാലടി പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾ എത്തുകയാണ്. അങ്ങനെ പോലീസ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. ഒരു വുമൺ മിസ്സിംഗ് കേസായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് എന്താണ്, ഈ CDR ആണല്ലേ, പെൺകുട്ടി അവസാനമായിട്ട് വിളിച്ചത് ആരെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും 2 പേരുടെ നമ്പറായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ അവരിൽ നിന്ന് കാര്യമായിട്ടുള്ള വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പോലീസ് പിന്നീട് പരിശോധിക്കുന്നത് എന്താണ്, CCTV ഫൂട്ടേജാണ്. CCTV ഫൂട്ടേജ് പരിശോധിച്ചപ്പോൾ പോലീസിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു CCTV ഫൂട്ടേജ് ലഭിക്കുകയാണ്. ഞായറാഴ്ച വെളുപ്പിന് 2 മണിയോട് കൂടിയിട്ട്, അതായത് പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്, കടയിൽ പോകണമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നത് ശനിയാഴ്ച രാത്രിയിലാണല്ലോ. അതേ രാത്രി തന്നെ, ആ ഒരു രാത്രി സമയത്ത് തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഞായറാഴ്ചയാകും. ഞായറാഴ്ച വെളുപ്പിന് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രാത്രി സമയം. എന്തായാലും ഈ രാത്രിയിൽ ഒരു ബൈക്കിൽ പോകുന്ന ദൃശ്യമായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2 ബൈക്ക്, അതിൽ 4 പേര് മൊത്തത്തിൽ. ഒരു ബൈക്കിൽ 2 ആണുങ്ങളും മറ്റേ ബൈക്കിലാണ് ഒരു ചെറുക്കൻ, വണ്ടി ഓടിക്കുന്ന ഒരു ചെറുക്കനാണ് പുറയിൽ ഈ ഒരു ചിത്രപ്രയിരിക്കുന്നു. ആ ഫൂട്ടേജിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെന്നാൽ, ബൈക്ക് ഓടിച്ചു വരുന്ന വഴി ഇവർ പെട്ടെന്ന് ജംഗ്ഷനിൽ നിർത്തുകയാണ്. ചിത്രപ്രിയ ആദ്യം നിന്ന് ഇറങ്ങിയിട്ട് ഒരു പരിഭ്രാന്തിയോടെ, അതായത് ഒരു വഴക്കിട്ടൊക്കെ നമ്മൾ വണ്ടി നിർത്തടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് നടന്നൊക്കെ പോകത്തില്ലേ. ഇത് ആ ഒരു വീഡിയോ കണ്ട അടിസ്ഥാനത്തിൽ മാത്രമല്ല കേട്ടോ പറയുന്നത്, പിന്നീട് വന്ന പോലീസിൻ്റെ റിപ്പോർട്ടിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതുപോലെ അങ്ങോട്ട് നടന്നിറങ്ങി പോവുകയാണ്. പിന്നീട് തിരിച്ചും വീണ്ടും ബൈക്കിൽ വന്ന് കയറുകയാണ്. ആ ബൈക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ബൈക്ക് ഓടിച്ചിരുന്നത് 21 വയസ്സുള്ള അലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ അലൻ എന്നുള്ളത് ഈ നാട്ടിൽ തന്നെയുള്ള വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ്. അതോടൊപ്പം ഡ്രൈവറായിട്ട് ഒക്കെ പോകാറുണ്ട്. എന്തായാലും പോലീസ് അങ്ങനെ ഈ അലനെ വിളിപ്പിക്കുകയാണ്, സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ അലൻ പറഞ്ഞ കാര്യം എന്തെന്നാൽ, ഈ പെൺകുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ഉത്സവത്തിന് ആഘോഷിക്കാൻ പോയതാണ്. അതിനുശേഷം പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലത്ത് ഞാൻ ഇറക്കി വിട്ടു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി. പിന്നീട് ആ പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരു വിവരവുമില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ എന്തായാലും പോലീസ് അലനെ വിടുകയാണ്. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ കസ്റ്റഡി വയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംശയത്തിൻ്റെ നിഴലോടുകൂടി പോലീസ് ഇവൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇവനെ പറഞ്ഞു വിടുകയാണ്. എന്തായാലും ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ചയോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാറ്റൂരിലെ മണപ്പാട്ട് ചിറയ്ക്ക് സമീപമുള്ള സെബ്യൂർ റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു റബ്ബർ തോട്ടം പോലുള്ള ഒരാളൊഴിഞ്ഞ പ്രദേശമുണ്ട്. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും അവിടെ കാണാറില്ല. ഇതിൻ്റെ കുറച്ച് മാറിയ വീടുകളൊന്നും ഉള്ളൂ. അതായത് ഒരാളനക്കവും ഇല്ലാത്ത പ്രദേശമാണ്. രാത്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് അവിടെ ജോലി ചെയ്യാൻ വരുന്ന തൊഴിലാളികളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എന്തോ ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. കാരണം ഒരു മനുഷ്യ ശരീരം ചെയ്യുന്ന ഒരു മണം പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ഓർക്ക്, നമുക്കത് പരിചയമില്ലല്ലോ, എന്തെങ്കിലും മൃഗങ്ങൾ ചത്ത് ചെയ്യുന്നതാണെന്നൊക്കെ അല്ലേ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചവരിയ്ക്കുകയാണ്. പക്ഷേ ദിവസം കൂടുന്തോറും ആ ദുർഗന്ധം കൂടി വരികയാണ്. അസഹനീയമായിട്ട് അവിടെ തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു ചൊവ്വാഴ്ച, അതായത് ഇന്നലെ രാവിലെ അവിടെ എത്തിയ കുറച്ച് കാറ്ററിംഗ് തൊഴിലാളികളുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടായിരിക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അവർ അടുത്തോട്ട് ചെല്ലുമ്പോൾ വലിയ രീതിയിൽ മണം വരികയാണ്. അങ്ങനെ എവിടെ നിന്നാണ് ഈ മണം വന്നതെന്ന് അവരിങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ചെങ്കല്ലുകൾ, അതായത് വെട്ടുകല്ലുകളില്ലേ, ഒരു പ്രദേശത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെങ്കലിൻ്റെ പുറത്ത് കുറച്ച് ചോരപ്പാടുകളും രക്തം കട്ട പിടിച്ചിങ്ങനെ കറുത്തൊരു കളർ ഇരിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവിടെയുള്ള വാർഡ് മെമ്പറിനെ വിവരം അറിയിക്കുകയാണ്. വാർഡ് മെമ്പർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് വന്ന് ഈ വെട്ടുകലൊക്കെ മാറ്റി നോക്കിയപ്പോൾ കാണാൻ സാധിച്ചൊരു കാഴ്ച എന്തെന്നാൽ, ആ ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. അഴുകിയ നിലയിലുള്ള മൃതദേഹം. കാരണം 3 ദിവസമായല്ലേ. അതിനോട് ചേർന്ന് കിടക്കുന്ന ചെങ്കല്ല് ഞാൻ പറഞ്ഞ പോലെ ചോരയുടെ കട്ട പിടിച്ചിരിക്കുന്ന പാടുകളുമുണ്ട്. ഈ ചെങ്കല്ലിൽ പലതിലും ആ ഒരു പാടുകൾ, ആ ഒരു പെൺകുട്ടിയുടെ മേത്ത് നിന്ന് ഒഴുകിയിട്ടുള്ള രക്തങ്ങളും പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ പോലീസിന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്. കാരണം തലയുടെ പുറകിലുണ്ടല്ലോ വലിയ ആഴത്തിലുള്ള ഒരു നല്ല വെയിറ്റ് കൂടിയ സാധനം വെച്ച് അടിച്ച രീതിയിലുള്ള ഒരു പാടുണ്ട് അവിടെ. അത്രയും കുഴിഞ്ഞ് പൊട്ടിയ രീതിയിലുണ്ട്. മേത്തും മൊത്തം മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസിന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി ഉറപ്പായിട്ടും ഇതൊരു കൊലപാതകമാണ്. അപ്പോൾ പോലീസ് ആദ്യം തന്നെ സംശയിച്ചത് ആരെയാണ്? മറ്റൊന്നുമല്ല, ആ ഒരു അലൻ എന്ന് പറയുന്ന വ്യക്തിയാണല്ലേ. ഇനി ആരാണ് അലൻ എന്ന് നമ്മൾ നോക്കണം. അലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രപ്രിയയുടെ ഒരു സാധാരണ സുഹൃത്തൊന്നുമല്ല, മറിച്ച് ഒരു കാമുകൻ തന്നെയായിരുന്നു. ഈ അലൻ്റെ വീട്ടിൽ ഈ ബന്ധം അറിയാം. മാത്രമല്ല അലൻ്റെ റിലേറ്റീവ്സിൻ്റെ
വീട്ടിലെ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, കല്യാണവും തുടങ്ങിയ ഫംഗ്ഷൻസിലൊക്കെ ഈ ചിത്രപ്രിയ പങ്കെടുത്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇവർ ഒരുപാട് കാലമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ ഈ +2 പഠനശേഷം ചിത്രപ്രിയ ബാംഗ്ലൂരിലോട്ട് പഠിക്കാൻ പോകുന്നത് അലൻ അത്രത്തോളം ഇഷ്ടമല്ലായിരുന്നു. ഈ ചിത്രപ്രിയ ബാംഗ്ലൂർ പഠിക്കാൻ പോയ ശേഷം ഇതൊക്കെ കുറയുകയാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരുപാട് ഹോസ്റ്റൽ ലൈഫ്, ഫ്രണ്ട്സുമായിട്ട് ഇടപഴകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് കുറയുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള മറ്റൊരു സ്ഥലത്ത് പോയി നിന്ന് പഠിച്ച വ്യക്തികൾക്കൊക്കെ ഇതൊക്കെ എളുപ്പം മനസ്സിലാവും. നമുക്ക് എപ്പോഴും ഇവരെ വിളിച്ചുകൊണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ഒരുപാട് പേരുള്ളപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലേ. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഭയങ്കര ആദിയാകുകയാണ്. ഇവൻ്റെ ആ ഒരു ടോക്സിസിറ്റി അവൻ പുറത്തോട്ട് എടുക്കുകയാണ്. എപ്പോഴും ഇവളെ രാത്രിയിൽ വിളിച്ചിട്ട് ആരെയാണ് വിളിക്കുന്നത്, എൻഗേജ്ഡ് ആണോ എന്നറിയാൻ വേണ്ടി വിളിച്ചു നോക്കുക, എപ്പോഴും മറ്റേ ലൊക്കേഷൻ അയച്ചു തരാൻ പറയും. ഇങ്ങനെ ഭയങ്കര ശല്യമായിരുന്നു ഇവനെ കൊണ്ട് ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയൊക്കെ ടോക്സിറ്റി കാണിച്ചിട്ട് ഈ പെൺകുട്ടി ഇത് ബ്രേക്കപ്പ് ആക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം. ബ്രേക്കപ്പ് ആക്കിയിട്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരുപാട് വിള്ളലുകളുണ്ടായി. ഇവർ പതുക്കെ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇവളെ വിളിച്ചിട്ട് ചീത്ത പറയുക, ഒച്ചപ്പാട് ബഹളങ്ങൾ ഉണ്ടാക്കുക, തർക്കങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ പതിവായിരുന്നു. പ്രധാനമായിട്ടും ഈ ചിത്രപ്രിയയ്ക്ക് അവിടെ മറ്റ് ആൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ വഴക്കുണ്ടായിരുന്നത്. എന്തായാലും ചിത്രപ്രിയ നാട്ടിലെത്തുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് കാണാൻ സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ അന്നേ ദിവസം കാണുകയാണ്. അപ്പോൾ അലൻ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും തന്നെ, ഇവർ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നല്ലോ, എല്ലാവരും തന്നെ അന്നേ ദിവസം മദ്യപിച്ചിരുന്നു എന്നുള്ളത്. അതായത് ഇന്ന് യുവജനങ്ങൾക്കിടയിൽ കാണുന്ന കൊലപാതകങ്ങളിലെ ഒരു മെയിൻ ഫാക്ടർ എന്നുള്ളത് ലഹരിയാണ്. ബോധമില്ലാതെ മറ്റൊരാളെ കൊല്ലുക അല്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അലൻ എന്തായാലും പോലീസിന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിയടക്കം മദ്യപിച്ചിരുന്നു. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ കേരളത്തിൽ നിയമപരമായിട്ട് മദ്യം കുടിക്കാനുള്ള പ്രായം എന്നുള്ളത് 23 വയസ്സാണ്. അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇവർ ചെയ്തത് തന്നെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്. എന്തായാലും മദ്യപിച്ച് ഇവർ ആ ഒരു ഉത്സവമൊക്കെ കൂടുകയാണ്. അപ്പോൾ കടയിൽ പോവുകയാണെന്നും പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയാണ്. വീട്ടിൽ പോലും പറയുന്നില്ല ഞാൻ ഇന്ന ആളുടെ കൂടെയാണ്, അല്ലെങ്കിൽ താമസിച്ചേ വരത്തുള്ളൂ, ഇപ്പോൾ വരും, കടയിൽ പോയി ഇപ്പോൾ വരുമെന്നും പറഞ്ഞിരിക്കുന്ന വീട്ടുകാരാണ്. അവരോട് പോലും ഈ പെൺകുട്ടി കാര്യം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി അവരുടെ കൂടെ കൂടി മദ്യപിച്ച് ഉത്സവമൊക്കെ കാണുകയാണ്. പക്ഷേ അതിനുശേഷം അലനുമായിട്ട് സംസാരിച്ച സമയത്ത് തർക്കങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ തർക്കങ്ങളുണ്ടായി ആ ബൈക്കിലിരുന്ന് പോലും തർക്കങ്ങൾ രൂക്ഷമാകുകയാണ്. വെളുപ്പിന് 2 മണിക്കാണെന്ന് ഓർക്കണം, ഞായറാഴ്ച പുലർച്ചയോട് കൂടിയിട്ട്, നേരെ ഇരുണ്ട സമയത്ത് രാത്രി 2 മണിയാണെന്ന് ഓർക്കണം. അങ്ങനെ ബൈക്കിൽ പോകുന്ന വഴി തർക്കം ഉണ്ടാകുകയാണ്. പെട്ടെന്ന് വണ്ടി നിർത്താൻ പറയുകയാണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. അങ്ങനെയാണ് ആ വണ്ടി നിർത്തി നമ്മൾ CCTV ഫുട്ടേജിൽ കാണുന്ന ഒരു വിഷ്വൽ വരുന്നത്. ആ ഒരു ചിത്രപ്രിയ ബൈക്കിൽ നിന്ന് ഇറങ്ങി തിരിഞ്ഞു നടക്കുന്നു, വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ബൈക്കിൽ വന്ന് കയറുന്നു, പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ സെബ്യൂർ റോഡിൻ്റെ അടുത്തുള്ളൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ വെച്ചിട്ട് ഈ തർക്കം രൂക്ഷമാകുകയാണ്. അങ്ങനെ രൂക്ഷമായിട്ട് അത് അടുത്തുള്ളൊരു ഈ റബ്ബർ തോട്ടത്തിലേക്ക് നീളുകയാണ്. അപ്പോൾ അലൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിത്രപ്രിയ വീട്ടിലുണ്ടായിരുന്നല്ലോ, അടുത്തുണ്ടായിരുന്നല്ലോ, കോളൊക്കെ വരുമ്പോൾ ഇവൾ ഒഴിഞ്ഞു മാറുകയാണ്, കോളെടുക്കാതെ തടിതപ്പുകയാണ്. അവളെന്തോ കള്ളം ഒളിപ്പിക്കുന്ന പോലെ ഇവന് തോന്നുകയാണ്. അങ്ങനെ ഇവളുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അവന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പോലീസിനോട് പറഞ്ഞ മൊഴികളാണ്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും പോലീസ് ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അലൻ പോലീസിനോട് പറഞ്ഞ കാര്യം എന്തെന്നാൽ, ഈ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരു ചെറുക്കൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് വൾഗറായിട്ടുള്ള ഇമേജസ്, അതായത് അവൻ്റെ കണ്ണിൽ അശ്ലീലമായിട്ടുള്ള ഇമേജസ് അവന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവന് മൊത്തത്തിൽ പ്രശ്നമായി. കാരണം താൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി, വർഷങ്ങളായിട്ട് പ്രണയത്തിലായിട്ടുള്ള ആ വ്യക്തി തന്നെ ചതിച്ചു എന്നൊരു ബോധം ഇവന് വരികയാണ്. പിന്നെ ഈ കള്ള് ചെന്ന് ഇത് മൂത്തിരിക്കുകയല്ലേ. അങ്ങനെ എന്തായാലും ആ തർക്കം ഒരു കയ്യാങ്കളിയിലേക്കും അങ്ങനെ ഒരു കൊലപാതകത്തിലേക്കും പോവുകയാണ്. ആ ഒരാളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ഇവൻ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വെട്ടുകല്ല്, അതായത് ഈ ചെങ്കല്ലുണ്ടല്ലോ, ആ ചെങ്കല്ല് കൊണ്ട് തലയുടെ പിൻഭാഗത്ത് ശക്തിയായിട്ട് ഇടിക്കുകയാണ്. അത് പൊട്ടി ചോരയൊലിച്ച് അതിൻ്റെ ഇമ്പാക്റ്റിലാണ് പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ആ ഒരു പെൺകുട്ടിയുടെ ശരീരമുള്ളത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവം. എന്തായാലും ഈ ബോഡി കണ്ടെത്തിയപ്പോൾ തന്നെ പോലീസ് ബന്ധുക്കളെ വിവരം അറിയിക്കുകയാണ്. ബന്ധുക്കൾ വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ആ പെൺകുട്ടി തന്നെയാണെന്ന് പറയുകയാണ്. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറിയായിരുന്നു ആ ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്, അഥവാ ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. എന്താണ് ഇവിടെ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ പലരും വിമർശിക്കാം, കാരണം ഇങ്ങനെയൊക്കെ ഇന്നത്തെ തലമുറയിൽ കുറ്റം പറയാൻ നീ ആരാന്നൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇന്നത്തെ തലമുറയിൽ ക്രൈമിൻ്റെ പാറ്റേൺ വളരെയേറെ മാറിയിരിക്കുന്നു. ലഹരിക്കടിമപ്പെട്ട് ഈ ഒരു ക്രൈമിലേക്ക് പോകുന്നൊരവസ്ഥ ഭീകരമാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ജനുവരി 1-ാം തീയതി, അതായത് ന്യൂ ഇയറിൻ്റെ അന്ന്
2 കൊച്ചു പിള്ളേർ കത്തിയായിട്ട് നടക്കുകയാണ്, അരേ കത്തിയും തിരികെ നടക്കുകയാണ് അവന്മാർ. അവരാണ് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ, അതായത് ഇവന്മാർ കഞ്ചാവ് വലിക്കുകയാണ്, ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു യുവാവിനെ കുത്തിക്കീറിക്കളയുകയാണ്, കൊല്ലുകയാണ്. അപ്പോൾ ഈ ലഹരി ഉപയോഗം നമ്മൾ തടഞ്ഞില്ലെങ്കിൽ, കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിച്ചില്ലെങ്കിൽ ഇതൊക്കെ നയിക്കാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും. ഇപ്പോൾ പലരും പറയും ഇത് സദാചാരമല്ലേ, ഇതെങ്ങനെ സദാചാരമാകുന്നത്? ലഹരി ഉപയോഗം നാടിന് പ്രശ്നമാണ്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വലിയൊരു പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. അത് ഇപ്പോൾ മദ്യം പോലുള്ള വസ്തുക്കളാണെങ്കിൽ തന്നെ 23 പ്രായം. ഇത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. ആ പെൺകുട്ടിയും ചെറുക്കന്മാരും എല്ലാം കാണിച്ചത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ് നിയമപരമായി മദ്യപിക്കേണ്ട പ്രായം 23 ഉയർത്തിയത്? മറ്റൊന്നുമല്ല, ഇതുപോലെ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ഈ ലഹരി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധത്തെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലേക്കും ഇതുപോലുള്ള അക്രമങ്ങളിലേക്കും പോകും. അതുകൊണ്ടാണ് 23 വെച്ചത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നിയമവിരുദ്ധമായിട്ട് മദ്യപിച്ചിട്ട് ഈ കൊലപാതകങ്ങളിലേക്കൊക്കെ പോകുന്നു. വലിയൊരു പ്രശ്നം തന്നെ. ഇവിടെ മദ്യവും ലഹരി മാത്രമല്ല കേട്ടോ പ്രശ്നം. ഈ ചെറുക്കൻ എന്ന് പറയുന്നത് അത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ഒരുത്തനായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. 21 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ എന്ത് കൊച്ചു പയ്യനാണ്. അവനാണ് ഈ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. അവൻ വെൽഡിംഗ് ഒക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരുത്തനാണ്. ഇടയ്ക്ക് ഡ്രൈവിങ്ങിനൊക്കെ പോകാറുണ്ട്. എന്താ ഇവിടെ അവൻ്റെ ജീവിതം തീർന്നോ? എന്തോരം ജീവിക്കേണ്ട ഒരുത്തനാണ്. അവൻ്റെ ജീവിതവും തീർന്നു. അവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതവും തീർന്നു. ആ പെൺകുട്ടിയുടെ പോയതാർക്കാണ്? ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കല്ലേ. അവരെന്തോരം ദുഃഖാനുഭവിക്കണം എന്ന് ആലോചിച്ച് നോക്കുക. രാത്രിയിൽ പുറത്തേക്കെന്നും പറഞ്ഞിറങ്ങിയ മകള് തിരിച്ച് അല്ലെങ്കിൽ കാണാതാകുകയാണ്. പക്ഷെ അവളെ കണ്ടെത്തുന്നത് ജീർണിച്ച ഒരു മൃതദേഹമായിട്ട്. വലിയൊരവസ്ഥയാണ്. ഞാൻ പണ്ട് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം എന്നുള്ളത് മറ്റൊന്നുമല്ല, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളുടെ മരണം കാണേണ്ടി വരുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ചെറിയ മക്കളുടെ മരണം. അത് വലിയൊരു ദൗർഭാഗ്യകരമായുള്ളൊരു കാഴ്ച തന്നെയാണ്. അത്രത്തോളം വേദനാജനകമാണ് ആ ഒരു കാഴ്ച എന്നുള്ളത്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളുടെ റിലേഷനിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ട്ണർ ടോക്സിക് ആണെന്ന് തിരിച്ചറിയുക, റെഡ് ഫ്ലാഗ്സ് തിരിച്ചറിയുക. അങ്ങനെയെങ്കിലും ആ റിലേഷൻ ബ്രേക്കപ്പ് ആകുക. അതോടൊപ്പം തന്നെ ഒരിക്കലും നമ്മൾ റിലേഷനിൽ ഇരുന്നുകൊണ്ട് മറ്റൊരാളെ ചീറ്റ് ചെയ്യരുത്. ചീറ്റിങ് പേഴ്സണൽ ചോയ്സ് ആണെന്നൊക്കെ നിങ്ങൾക്ക് വാദിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനെ ചീറ്റ് ചെയ്ത് വേറൊരാളുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണോ? അല്ല. അപ്പോൾ ആ ബന്ധം മുറിച്ചിട്ട് പോകുക. അതാണ് നമുക്ക് ഇത് ബ്രേക്കപ്പ് ആക്കാം, ഇത് നിർത്താം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുക. അപ്പോഴും അവിടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടോക്സിക് അവർ സമ്മതിക്കില്ല ബ്രേക്കപ്പ് ആക്കാൻ. ബ്രേക്കപ്പ് ആക്കുവാണെങ്കിൽ ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടപ്പുണ്ട്. ബെറ്റർ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ടോക്സിക് റിലേഷനിൽ പെടരുത്. അത് ഏറ്റവും ഡേഞ്ചറാണ്. നമ്മളുടെ ജീവിതം വലിയ ട്രോമയിലാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, എന്തോരം കേസുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റട്ടെ. അതോടൊപ്പം അക്രമങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല. കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സമീപിക്കുക. നമ്മുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ളൊരു ദുരിതാനുഭവം നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോലീസിനെ സമീപിക്കുക, നിയമവ്യവസ്ഥയെ സമീപിക്കുക. വനിതകളാണെങ്കിൽ വനിതാ കമ്മീഷനുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ വളരെ ശക്തമാണ്. അപ്പോൾ അതിനെയൊക്കെ സമീപിക്കുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞും ഒക്കെ തീർക്കാമല്ലോ. ഈ കൊലപാതകങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും പോകുന്ന എന്തിനാണ്? അതോടൊപ്പം തന്നെ മദ്യപിക്കുക. ലീഗൽ ഏജ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ, നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ മദ്യപിച്ചോ. പക്ഷേ അതൊരിക്കലും ഇതുപോലുള്ള നിങ്ങൾക്ക് അൺകൺട്രോളബിളായിട്ട് നിങ്ങൾ പോകുമെങ്കിൽ അത് നിർത്തുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് ഞാൻ വളരെ ഉള്ളിൽ എന്ന് പറയുന്നൊരു കാര്യമാണിത്. അപ്പോൾ നിയമപരമായിട്ടെല്ലാം ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മളാൽ ചുറ്റപ്പെട്ട ഒരുപാട് നിയമങ്ങൾ കാണും. ഇപ്പോൾ രാജ്യത്തിൻ്റെ നിയമമുണ്ട്, സംസ്ഥാനത്തിൻ്റെ നിയമമുണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ സ്കൂളിലെ നിയമങ്ങളുണ്ടല്ലേ, ആ നിയമങ്ങളെല്ലാം പാലിക്കുക എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഈ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ചെയ്യുന്ന കാര്യത്തെയാണ് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പേഴ്സണൽ ചോയ്സ് ഒരു ആൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തടയാൻ നമുക്ക് ആർക്കും അധികാരമില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമുക്ക് നിയമപരമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താം, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ആ ഒരു സംഭവത്തെ തടയാനോ അവരെ ആക്രമിക്കാനോ അവരെ ക്രൂശിക്കാനോ മാനസികമായിട്ട് പീഡിപ്പിക്കാനോ ഒന്നും തന്നെ നമുക്ക് അധികാരമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.